വയനാട്ടിൽ നിന്ന് ആര് മന്ത്രിയാകണമെന്നതിൽ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടു. IC ബാലകൃഷ്ണനും ടി സിദ്ദിഖുമാണ് പരിഗണനയിലുള്ളത്. പ്രിയങ്ക ഗാന്ധി IC ബാലകൃഷ്ണനെ നിർദ്ദേശിച്ചു. തർക്കം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം ഹൈക്കമാൻഡിന് വിട്ടത്. രജീഷ് ധരിക്കുരി ചേരുകയാണ്. രജീഷ്, വയനാട്ടിന് ഒരു മന്ത്രിസ്ഥാനം ഉണ്ടാകും, അതിപ്പോൾ ടി സിദ്ദിഖാണോ IC ബാലകൃഷ്ണനാണോ എന്നുള്ളതായിരുന്നു ഒരു തർക്ക വിഷയമായി നിന്നത്. അപ്പോൾ IC ബാലകൃഷ്ണന്റെ പേര് പ്രിയങ്ക ഗാന്ധി പറയുന്നു എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ IC തന്നെ ഉറപ്പിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഒരു നേരിയ മുൻതൂക്കം IC ബാലകൃഷ്ണൻ തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ ഒരു മന്ത്രിസ്ഥാനം, അതായത് രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പ് ലഭിക്കുന്നതിനൊപ്പം തന്നെ ഒരു മന്ത്രിസ്ഥാനം വേണമെന്ന കർശന നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു രമേശ് ചെന്നിത്തല. അതിന്റെ ഭാഗമായി അൻവർ സാദിന്റെ പേരും ഒപ്പം തന്നെ IC ബാലകൃഷ്ണന്റെ പേരുമായിരുന്നു പ്രധാനമായും പരിഗണനയിലുണ്ടായിരുന്നത്. അതിൽ IC ബാലകൃഷ്ണന്റെ പേര് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി നിർദ്ദേശിച്ചു എന്നാണ് ഏറ്റവും ഒടുവിലെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും ഒടുവിലായ വയനാട്ടിലെ 2 മന്ത്രിമാർ ആരൊക്കെ എന്ന ചോദ്യത്തിന് ഒന്ന് ഒരുപക്ഷെ സാധ്യത എന്ന് പറയുന്നത് ഒന്ന് ടി സിദ്ദിഖും ഒപ്പം തന്നെ IC ബാലകൃഷ്ണനാണ്. IC ബാലകൃഷ്ണന്റെ പേരാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അന്തിമ തീരുമാനം ഇനി ഹൈക്കമാൻഡ് ആയിരിക്കും എടുക്കുക എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നിർണായകമായ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി കോൺഗ്രസിന്റെ മന്ത്രി സ്ഥാനം സംബന്ധിച്ച ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കൂടി കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാന വിഭജനം പൂർത്തിയാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഒരു തർക്കം അല്ലെങ്കിൽ ഇതിലൊരു കൺഫ്യൂഷൻ നേതൃത്വത്തിനുണ്ട്. അത് കൃത്യമായി തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മന്ത്രിസ്ഥാനം പൂർത്തിയായെന്ന് കൂടി നമുക്ക് പറയാൻ കഴിയും എന്നാണ് ഏറ്റവും ഒടുവിലായി നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ നിർണായക യോഗം KPCC നടക്കുന്നു. അതായത് ഉഭയകക്ഷി ചർച്ചകൾക്കൊപ്പം തന്നെ ഈ നിർണായകമായ ചർച്ചകളും അവിടെ KPCC ആസ്ഥാനത്ത് നടക്കുകയാണ്. IC ബാലകൃഷ്ണനാണ് നേരിയൊരു മുൻതൂക്കം കൂടി എന്നുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അതായത് 2 പേരുകൾ ഏറ്റവും അവസാന റൗണ്ടിലേക്ക് ചർച്ചയിലേക്ക് വരുന്നു. ടി സിദ്ദിഖിന്റെ പേരും കൽപ്പറ്റ MLA ടി സിദ്ദിഖിന്റെ പേരും ഒപ്പം തന്നെ ബത്തേരി MLA IC ബാലകൃഷ്ണന്റെ പേരും, ഈ 2 പേരുകളാണ് സജീവമായി പരിഗണനയിലുള്ളത്. അതിൽ നേരിയ മുൻതൂക്കം എന്ന് പറയുന്ന IC ബാലകൃഷ്ണനാണ്. ഒരുപക്ഷെ IC ബാലകൃഷ്ണനായിരിക്കും ഒരുപക്ഷെ വയനാട്ടിന്റെ മന്ത്രിയായി വരാൻ സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഈ പട്ടിക ST വിഭാഗത്തിന് ഒരു മന്ത്രിസ്ഥാനം വേണമെന്നതിൽ ഹൈക്കമാൻഡ് പ്രിയങ്ക ഗാന്ധി ആണെങ്കിൽ കൂടി രാഹുൽ ഗാന്ധി എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ICക്ക് അല്പം മുൻതൂക്കം നൽകാൻ സാധ്യതയുണ്ട്. എന്തായാലും വൈകാതെ തന്നെ കോൺഗ്രസിന്റെ പട്ടിക വരും. നിലവിലെ സാധ്യതയിൽ IC ബാലകൃഷ്ണനാണ് മുൻതൂക്കം. യെസ്, അതാണ് ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത്. RCക്കൊപ്പമുള്ള ICക്ക് മന്ത്രിസ്ഥാനം കിട്ടിയേക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പ്രിയങ്ക ഗാന്ധി ICയുടെ പേര് പറഞ്ഞിരിക്കുന്നു, IC ബാലകൃഷ്ണന്റെ പേര് നിർദ്ദേശിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ തീരുമാനം ഹൈക്കമാൻഡ് ആയിരിക്കും എടുക്കുക. വയനാട്ടിലൊരു മന്ത്രി ഉണ്ടാകും, അത് ടി സിദ്ദിഖ് ആകുമോ അതല്ല IC ബാലകൃഷ്ണൻ ആകുമോ? എന്നാലും പ്രിയങ്ക ഗാന്ധിയുടെ മനസ്സ് പിന്തുണ ICക്കൊപ്പമാണ് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. അങ്ങനെയെങ്കിൽ IC ബാലകൃഷ്ണന് കൂടുതൽ പിന്തുണയേറുകയാണ്. അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തല വിഭാഗത്തിൽ നിന്ന് പക്ഷത്ത് നിന്ന് ഒരാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുന്നു. അങ്ങനെയെങ്കിൽ അൻവർ സാദത്തിന് ഒരു പക്ഷേ സാധ്യത ഉണ്ടായേക്കില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതല്ല ടി സിദ്ദിഖ് ഇല്ലെങ്കിൽ അവിടെ അൻവർ സാദത്ത് കൂടി വരുമോ എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും നിർണായകമായ കൂടിക്കാഴ്ചകൾ, ചർച്ചകൾ തുടരുകയാണ്. ഇപ്പോൾ KPCC ആസ്ഥാനത്തേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അവിടെ RB സനൂപ് തുടരുന്നുണ്ട്. സനൂപ്, വളരെ തിരക്കിട്ട നീക്കങ്ങൾ, ചർച്ചകൾ, അവിടെ വരുന്ന നേതാക്കൾ, മന്ത്രിസ്ഥാനം മോഹിച്ചു വരുന്ന നേതാക്കളുണ്ട്, പിന്തുണയ്ക്കാൻ വേണ്ടി വരുന്ന വലിയ വലിയ നേതാക്കളുണ്ട്. പക്ഷെ അവരിൽ പലരും തൃപ്തരായിട്ടല്ല മടങ്ങിപ്പോകുന്നത്. എന്നാൽ സമയം ഇങ്ങനെ അടുത്തു വരികയാണ്. 3:30 എത്താൻ പോകുന്നു. 3:30 ഗവർണറെ കണ്ടേക്കുമെന്നുള്ള സൂചനകളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ലാപ്പിലാണ്. എന്താണ് KPCC ആസ്ഥാനത്ത് നിന്ന് നൽകാൻ പറ്റുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ സനൂപ്? മഹേഷ്, 3:30 എന്നുള്ള സമയം 4 മണിയും കഴിയുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. കാരണം നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോഴും തീരുമാനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അല്പസമയം മുമ്പാണ് PJ ജോസഫ് വന്ന് നേതാക്കളെ കണ്ട് മടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ അതൃപ്തി ആ വാക്കുകളിൽ നിന്ന് വ്യക്തമായത്. ഒരു ഒറ്റ വരിയിൽ മാത്രം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പോയത്. ചർച്ചകൾ തുടരുമെന്ന്. ഇനിയും എത്ര സമയം ബാക്കിയുണ്ട് എന്നതാണ് നമുക്ക് പറയേണ്ടത്. കാരണം 4 മണിക്ക് ഇനിയും അധികം സമയമൊന്നുമില്ല. അതിനിടയിൽ ഇനിയും ചർച്ച തുടർന്ന് എപ്പോഴാണ് ഈ തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. 2 മന്ത്രിപദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് PJ ജോസഫ്. ഇങ്ങനെ ഒരു വശത്ത് കോൺഗ്രസിന് വേണ്ട ചർച്ചകൾ നടക്കുമ്പോൾ മറുവശത്ത് ഘടകകക്ഷികളും ഇവിടെ വന്ന് കണ്ടുപോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കോൺഗ്രസിൽ 7 പേരുടെ സ്ഥാനം ഏകദേശം ഉറപ്പിച്ചു കഴിഞ്ഞു. 7 പേർ മന്ത്രിയാകുന്ന കാര്യം ഉറപ്പ്. ഇനി 4 സീറ്റിലേക്കുള്ള തർക്കമാണ് തുടരുന്നത്. അതിൽ ഒരു സീറ്റിൽ ആർക്കൊക്കെ കിട്ടുമെന്നുള്ളതാണ്. ഈ 4 സീറ്റാണ് ബാക്കിയുള്ളതെങ്കിലും 8 പേർ അതിനുവേണ്ടി ഈ ചരടുവലികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് അൻവർ സാദത്ത്, അതേപോലെ
നേതാക്കളായിട്ടുള്ള ടി സിദ്ദിഖ്, ഷാനിമുൾ ഉസ്മാൻ. മുസ്ലിം സമവാക്യം നോക്കി ഇതിൽ ആർക്ക് കിട്ടുമെന്നുള്ള ചർച്ച ഒരു വശത്ത് നടക്കുന്നു. റോജി എം ജോൺ, ചാണ്ടി ഉമ്മൻ, ഇതിൽ ആർക്ക് കിട്ടുമെന്നുള്ള ചർച്ച മറുവശത്ത് നടക്കുന്നു. ഐ സി ബാലകൃഷ്ണൻ, വി ടി ബൽറാം ഉൾപ്പെടെയുള്ളവരുടെ പേര് ഇപ്പോഴും സജീവമായിട്ടുള്ള പരിഗണനാ ലിസ്റ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഈ 4 മന്ത്രിസ്ഥാനത്തേക്ക് ആരെയൊക്കെ പരിഗണിക്കണം എന്നതിലാണ് തർക്കം തുടരുന്നത്. വിശദമായിട്ടുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. എന്തായാലും 4 മണിക്കുള്ളിലെങ്കിലും ഗവർണർക്ക് ഈ ലിസ്റ്റ് കൈമാറാൻ വേണ്ട തിരക്കിട്ട നീക്കങ്ങൾ തന്നെയാണ് KPCC നടന്നുകൊണ്ടിരിക്കുന്നത്. സാമുദായിക പരിഗണന നോക്കി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം നേതാക്കളൊക്കെ തന്നെ ഈ വന്ന് കണ്ടുപോയവരെ കണ്ട MLA-മാരെയൊക്കെ കൃത്യമായിട്ട് ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ തർക്കം ഇപ്പോഴും നീണ്ടുപോകുന്നതും ചർച്ചകൾ നീണ്ടുപോകുന്നതും. എന്തായാലും ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവും. 4 മണിയോടുകൂടി ഗവർണറെ കാണാനുള്ള ഒരു നീക്കമാണ് നിലവിൽ ഇപ്പോൾ KPCC നടത്തിക്കൊണ്ടിരിക്കുന്നത്.